ഹായ് ജെഇ ആസ്പിരൻസ്. പ്ലസ് ടുവിന് ശേഷം ഏറ്റവും കൂടുതൽ റിപ്പീറ്റേഴ്സ് ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് നീറ്റ് എക്സാമാണ്. അതിലൊരു കാര്യം എന്ന് പറയുന്നത് നീറ്റ് എക്സാമിൽ ലിമിറ്റ് അൺലിമിറ്റഡ് ആണ്, നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതാം. മറ്റൊരു കാര്യം നീറ്റ് എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവലിൻ്റെ കമ്പാരിസണിലാണ്. പക്ഷേ ഇതായി കമ്പയർ ചെയ്യുമ്പം എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും ജെയിലേക്ക് വരുന്ന റിപ്പീറ്റേഴ്സിൻ്റെ എമൗണ്ട് ഭയങ്കര കുറവാണ്. സോ ദിസ് ഇസ് ലൈക്ക് എ മിത്ത്. അതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ജെഇ എന്ന് പറയുന്നത് ഒരു ടഫ് പരീക്ഷയാണ്. പ്ലസ് ടു എക്സാം പഠിച്ചിരുന്ന് അല്ലെങ്കിൽ ആ പ്ലസ് ടു ലെവലിരുന്ന് പഠിച്ചതിന് ശേഷം ജെഇ ക്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ പുതിയതായി ഒരു വർഷം മാത്രം ഒരു ടാർഗറ്റിൽ വെച്ച് ജെഇ ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു മിത്തിൽ നിന്നും ഉണ്ടായ മിത്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരിൽ നിന്ന് ഇങ്ങനെ കേട്ട് വന്ന ഒരു കാര്യത്തിൽ നിന്നും ആൾക്കാരുണ്ടാക്കി അല്ലെങ്കിൽ ബിൽഡ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ആക്ച്വലി ഒരു തരത്തിലൊരു ഷീൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് പല ആൾക്കാർക്കും. കാരണം പ്ലസ് ടുവിന് ശേഷം ജെഇ എഴുതി IIT പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ താല്പര്യവും കഴിവുമുള്ള പലർക്കും ഒരു ഷീൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ പോലെ ജെഇ എന്ന് പറയുന്നത് ഒരു ബാരിയറാണ്. ജെഇ നമുക്ക് പെട്ടെന്നൊരു വർഷം കൊണ്ട് പഠിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. സോ അങ്ങനെ ചിന്തിക്കുന്നവരിലേക്കാണ് ശരിക്കും ഈ വീഡിയോ. അങ്ങനെ ചിന്തിക്കുന്നവരിലേക്ക് ആദ്യമേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞ വർഷം സൈലത്തിൽ റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ IITയിലേക്ക് പ്രവേശനം നേടിയ 2 പേരുടെ ജെഇയുടെ പെർസെൻറ്റേജ് സ്കോർ വെൻ ദേ വെർ അറ്റൻഡിങ് പ്ലസ് ടു അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വെറും 64%, 68% വരുന്നു. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. പ്ലസ് ടു എഴുതിയ സമയത്ത് അത്രയും ലോ സ്കോറിംഗ് ആയി അല്ലെങ്കിൽ അത്രയും പെർസെൻറ്റേജിൽ മാത്രം സ്കോർ ചെയ്തവർ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നേടിയത് IIT ആണ്. അത് ഈസി ആയിട്ട് നേടിയൊരു കാര്യമല്ല, ഉറപ്പായിട്ടും അത് പറഞ്ഞുകൊള്ളട്ടെ. ഒരിക്കലും ഈസി ടാസ്ക് അല്ല റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു നല്ലൊരു IITയിൽ എത്തുക എന്നുള്ളത്. പക്ഷേ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അവർ നേടിയെടുത്തൊരു വിജയം തന്നെയാണ് ശരിക്കും ഇത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് BTech അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിന് നമുക്കറിയാം ജെഇയിലൊക്കെ ജെഇ പരീക്ഷ എഴുതിയ ശേഷം ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ പഠിക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും ബ്രാഞ്ചസിലേക്ക് നമ്മൾ പഠിക്കണമെങ്കിൽ ഈ ഒരു ബാരിയർ ക്രോസ് ചെയ്യണം. സോ ഈ ബാരിയർ നമുക്കൊരു വർഷം കൊണ്ട് ഉറപ്പായിട്ടും പഠിച്ച് തീർക്കാൻ പറ്റുന്നത് ഒന്ന് തന്നെയാണ്. അപ്പം അതിന് വേണ്ടി നമ്മൾ കുറച്ച് ഫിക്സഡ് ആയിട്ടുള്ള റൂളുകൾ നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം, അത് നമ്മൾ ഫോളോ ചെയ്യുകയും വേണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റൂൾ എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുള്ള എല്ലാ IITians അല്ലെങ്കിൽ IITയിലേക്ക് നേടിയവരെല്ലാം പറയുന്നൊരു കാര്യം മെയിൻലി ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ നമുക്ക് ഭയങ്കര എനർജി ഉണ്ടാവും, അവസാനവും ചിലപ്പോൾ എക്സാം ആയതുകൊണ്ട് കുറച്ച് എനർജി ഉണ്ടാവും. ഇതിന് ഇൻ ബിറ്റ്വീനിൽ നമ്മൾ ആ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നില്ല. സോ നിങ്ങൾ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു അതേപോലെ തന്നെ എൻഡ് വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റ്. മറ്റൊരു കാര്യം എല്ലാവരും പറയും ഇത്ര മണിക്കൂർ ഇരുന്ന് പഠിച്ചാലേ ജെഇ കിട്ടൂ എന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു ദിവസത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് നേരം ഇരുന്ന് പഠിച്ചേ മതിയാകും. അത് നിങ്ങളുടെ സമയം എന്ന് പറയുന്നത് ടൈം ഫിക്സ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. കാരണം ഒരു ടോപ്പിക്ക് മനസ്സിലാക്കാൻ എനിക്ക് എത്ര സമയം എടുക്കും, അതനുസരിച്ച് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് മിസ്റ്റേക്സ് മാറ്റാൻ എത്ര സമയം എടുക്കും, അത് വെച്ച് വെക്കണം. എന്നാലും ഓൺ ആൻ ആവറേജ് ഒരു 8 to 10 hours അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇതായിട്ട് രീതിയിലൊക്കെ പഠിക്കുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഒരു ജെഇ പോലുള്ളൊരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ. അതും നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈനൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രാവൽ ടൈമൊക്കെ ഭയങ്കരമായിട്ടില്ല, നമുക്ക് ഇല്ലയെന്ന് തന്നെ പറയാം. ആ സമയത്ത് ക്ലാസ്സുകൾ കാണുന്നു, ക്ലാസ്സുകൾ ഇൻക്ലൂഡ് ചെയ്തുള്ള സമയമാണ് ഈ പറയുന്നത്. ക്ലാസ്സുകൾ കാണുന്നു, അതിനുശേഷം ആ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട റിവിഷൻ ചെയ്യുന്നു, പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ജെഇയുടെ PYQs ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പഠിച്ച് നമ്മുടെ മുമ്പിൽ ഒരു വർഷം പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഇത്രയും മാസങ്ങളിൽ ഉണ്ടായ ഒരു കൺസിസ്റ്റൻസിൽ നിന്നാണ് ഈ 64 നിന്നും 68% നിന്നുമൊക്കെ അവർ ജെഇ മെയിൻസ് എഴുതിയതും ജെഇ അഡ്വാൻസ് എഴുതിയതും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ഫുൾ ഫോക്കസും നമ്മൾ ജെഇ മെയിൻസിൽ ചെയ്യാതെ അതിൻ്റെ കൂടെ നമ്മൾ ജെഇ അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ജെഇ മെയിൻസിന് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ നമ്മളിപ്പോൾ റിവിഷൻ ചെയ്യും, ക്ലാസ്സുകളിൽ റിവിഷൻ ചെയ്യും, ജെഇ മെയിൻ്റെ PYQ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നമ്മൾ സൈലത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഫീച്ചറാണ് നിങ്ങൾക്ക് ജെഇ അഡ്വാൻസിൻ്റെ വീഡിയോസ്. ജെഇ അഡ്വാൻസിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ സൊല്യൂഷൻസ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ ചാപ്റ്ററിൻ്റെ FAT എക്സാം, ദാറ്റ് ഈസ് ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ ആ വീഡിയോ സൊല്യൂഷൻസ് നോക്കി ജെഇ അഡ്വാൻസിൻ്റെ കുറച്ച് ചോദ്യങ്ങളും കൂടെ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ജെഇ അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷൻസും കൂടെ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം ഉറപ്പായിട്ടും IITയിലേക്ക് എത്തണമെങ്കിൽ മെയിൻസ് മാത്രം പോരാ, അഡ്വാൻസും വേണം.
ആ അഡ്വാൻസ് നമ്മൾ ഒരു ഏർലി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ ഒരു ബൂസ്റ്റ് നമ്മുടെ മെയിൻസ് എക്സാമിന് ശേഷം നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ആണ് ജനറലി നമ്മൾ അഡ്വാൻസ് എഴുതാനും അതിനുശേഷം നല്ലൊരു സ്കോറിലേക്ക് എത്താനും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം നമുക്കറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ 3 സബ്ജക്റ്റുകളാണ് നമുക്ക് പരീക്ഷ എഴുതേണ്ടത്. അപ്പോൾ എത്രയൊക്കെ നമ്മളൊരു കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ എത്രയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും ഈ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എങ്ങനെ എക്സാമിൽ ഡെലിവറി ചെയ്യുന്നു എന്നുള്ളതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇരിക്കുന്നത്. ഈ 3 മണിക്കൂർ പരീക്ഷയിൽ എനിക്ക് വേഗം എഴുതാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റിനെ ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള പരീക്ഷകളെ അത് എഫക്റ്റ് ചെയ്യും. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മോക്ക് എക്സാംസ് എഴുതണം. സോ മോക്ക് എക്സാമിൽ ഞാൻ കെമിസ്ട്രി ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന കെമിസ്ട്രി ആണെങ്കിൽ ആ കെമിസ്ട്രിയെ ഞാൻ ഒരു പോയിന്റിൽ ഇത്ര മിനിറ്റ് കൊണ്ട് എനിക്കത് തീർക്കാൻ പറ്റും എന്നുള്ളത് പല മോക്ക് എക്സാംസിലൂടെ നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അവസാനം നിങ്ങളൊരു 5, 6, 7 മോക്ക് എക്സാംസ് എഴുതി കഴിയുമ്പോൾ മനസ്സിലാക്കണം കെമിസ്ട്രി എനിക്ക് ഒരു സമയം കൊണ്ട് ഇത്ര സമയം കൊണ്ട് വളരെ ലിമിറ്റഡ് ടൈമിൽ എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫിസിക്സിനെ വളരെ ലിമിറ്റഡ് ടൈം കൊണ്ട് ചെയ്യാൻ പറ്റും. ഇവിടെ സേവ് ചെയ്യുന്ന സമയം എനിക്ക് മാത്സിലേക്ക് യൂസ് ചെയ്യാനും അവസാനം വരുന്ന ഒരു അരമണിക്കൂറോ 15 മിനിറ്റോ ഈ ചെയ്ത കാര്യങ്ങളൊന്നും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുള്ളത്. അപ്പം ഇങ്ങനെ ഈ പറഞ്ഞ ഇത്ര മണിക്കൂർ കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്ന് പഠിക്കുക, അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങുക. സിമിലർലി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും ഓൺലൈൻ റിപ്പീറ്റിൻ്റെ കൂടെ തന്നെ IIT പോലെയുള്ള നമ്മൾ എയിം ചെയ്യുന്ന ഒരു ക്യാമ്പസിലേക്ക് നമ്മൾ പറയുമ്പോൾ IIT-യിലേക്ക് എന്തിനാണ് IIT-യിലേക്ക് ഫോഴ്സ് ചെയ്യുന്നത് എന്നുള്ള സംഭവം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീഡിയോ എയിം ചെയ്യുന്നതും BTech അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്ന ബ്രാഞ്ചിനോട് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ്. സോ ഇങ്ങനെ ഒരു ബ്രാഞ്ചിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങളുടെ എക്സ്പോഷറും അതേപോലെ നിങ്ങളുടെ ഔട്ട്പുട്ട്സും ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം IITs തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എത്തുമ്പം നിങ്ങളെ പല നെഗറ്റീവ് തോട്ട്സും എന്ത് ചെയ്യുന്നുണ്ട്, ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ന സ്ഥലത്ത് എനിക്ക് പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതെല്ലാവർക്കും പറഞ്ഞ പണിയല്ല, അങ്ങനെ രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്നും ഈ പറഞ്ഞ പോലെ ഇതുണ്ടാവും. പക്ഷെ അതിനെല്ലാം ആ ഒരു മിത്തിനെ പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്യാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ JEE മെയിൻസിനെ റിലേറ്റഡ് ആയിട്ടുള്ള പല പരീക്ഷകളും നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനും പറ്റും. ഇപ്പോൾ നമ്മുടെ സൈലത്തിൽ തന്നെ പഠിച്ച ഹൃദിൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഹൃദിൻ JEE അഡ്വാൻസ് ക്രാക്ക് ചെയ്തതിൻ്റെ കൂടെ തന്നെ ക്യുസാറ്റിൽ ഹൃദിന് കാറ്റഗറി റാങ്ക് 1 ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം കീമിൽ കാറ്റഗറി റാങ്ക് 2 ഉണ്ടായിരുന്നു. നമുക്ക് ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷൻ കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഈ പറഞ്ഞ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്ത് അതിൻ്റെ കൂടെ ആപ്പിലുള്ള അഡ്വാൻസ് വീഡിയോസ് ഒക്കെ ഉപയോഗിച്ച് ഒന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നമുക്കൊരു വർഷം അല്ലെങ്കിൽ ഈ പറയുന്ന 8 മാസം നമുക്ക് പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ഡ്രീം ചെയ്യുന്ന IIT അല്ലെങ്കിൽ നിങ്ങൾ ഡ്രീം ചെയ്യുന്ന കോഴ്സ് നിങ്ങൾക്ക് IIT-യിലായിക്കോട്ടെ NIT-യിലായിക്കോട്ടെ എത്താൻ സാധിക്കും. സോ ഈ പറഞ്ഞ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ മിത്തുകൾ ബ്രേക്ക് ചെയ്യുക. അതേപോലെ തന്നെ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും IITs-ലേക്കുള്ള എയിമിംഗ് ഇപ്പോഴേ തുടങ്ങുക. കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്ന് ഈ ഒരു 8 മാസം പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഉറപ്പായിട്ടും ഓൺലൈൻ റിപ്പീറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് JEE മെയിൻസും അതേപോലെ തന്നെ അഡ്വാൻസും ക്രാക്ക് ചെയ്യാൻ തന്നെ പറ്റും. താങ്ക് യു സോ മച്ച്.